നമസ്കാരം. വിഷൻ 24 വാർത്തകളിലേക്ക് സ്വാഗതം. കടന്നുവരികയാണ് കുറ്റ്യാടിയുടെ മുസ്ലിം മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി കുറ്റ്യാടി മേഖലയുടെ നേതൃത്വത്തിൽ ഗസ ബഹുജന പ്രതിഷേധ റാലി നടത്തി. കടേക്കച്ചാലിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കുറ്റ്യാടി മേഖലയിലെ മുഴുവൻ മഹല്ലുകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് റാലിയിൽ പങ്കെടുത്തു. ലോകം പാലസ്തീൻ ജനതയ്ക്ക് ഒപ്പമാണെന്നും ഗസ നൊമ്പരമാണെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മീരൻ പറഞ്ഞു. ലോകമൊട്ടാകെ ഇന്ന് ഗസയ്ക്ക് വേണ്ടി കൈമുട്ടുകൾ ചുരുട്ടുന്ന ദിവസമാണ്. ഇന്നാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ കാലഘട്ടം കണ്ട ഏറ്റവും ക്രൂരമായ വംശഹത്യ ആരംഭിച്ചത്. ഇന്നേക്ക് 2 വർഷമാവുകയാണ്. ഗസ എന്ന ആ ചെറിയ ഇടനാഴിയിലെ നേരത്തെ തന്നെ ദാരിദ്ര്യം തന്നെ ജീവിക്കുന്ന ഒരു ജനതയുടെ ജീവിതത്തിലേക്ക്, അവരുടെ സ്വപ്നങ്ങളിലേക്ക്, അവരുടെ നിലനിൽപ്പിലേക്ക് ലോകത്തെ എല്ലാ വലിയ സൈനിക ശക്തികളും ആവോളം ആയുധങ്ങൾ കൊടുത്ത് നിറച്ചു വച്ചിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് അവകാശപ്പെടുന്ന ഒരു രാജ്യം അവരുടെ അധിനിവേശം തുടങ്ങി വെച്ചിട്ട് ഒരുപക്ഷെ കുറ്റ്യാടിയിലെ മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ റാലി ഇവിടെ സമാപിക്കുമ്പോ ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ഒരു വലിയ ആൾക്കൂട്ടം ഗസയോട് ഐക്യദാർഢ്യപ്പെടാൻ ഇവിടെ ഒരുമിച്ച് നിൽക്കുമ്പോ എന്തുകൊണ്ട് ഈ ഫലസ്തീന്റെ പതാക ഇവിടെ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ഒരു ജനതയോട്, ഒരു വിഭാഗത്തോട് നിങ്ങളുടെ ഈ കമ്മിറ്റ്മെന്റിന്റെ പരിഗണന എന്താണ് എന്ന ചോദ്യം ഒരുപക്ഷെ ഞങ്ങളുടെ സഹോദരന്മാരുടെ മനസ്സിലുണ്ടാവുന്നുണ്ടാവും. ആ ചോദ്യത്തെയാണ് ഇവിടെ ആദ്യം അഡ്രസ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. ഗസ മുൻപിൽ മരിച്ചു വീഴുന്ന മനുഷ്യരുടെ മതമല്ല, അവരുടെ ജാതിയല്ല, അവരുടെ വിശ്വാസമല്ല ഞങ്ങളെ അവരെയും ആദ്യമായി ഒരുമിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് 2023 ഒക്ടോബർ മാസം 7-ാം തീയതി നടന്ന ആക്രമണം. ആ ആക്രമണം നടത്തിയത് ഹമാസ് അല്ലേ? അതിന്റെ ഫലമല്ലേ ഇപ്പോ ഫലസ്തീനിലെ ജനത അനുഭവിക്കുന്നത് എന്ന് ചോദിക്കുന്നവരോട് വിനയത്തോടെ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ നാടിന്റെ ചരിത്രം പഠിക്കേണ്ടത് 2023 ഒക്ടോബർ 7 മുതലല്ല. അന്നല്ല ഫലസ്തീൻ ഉണ്ടായത്, അന്നല്ല ഇസ്രായേൽ ഉണ്ടായത്. ആ ജനതയുണ്ടല്ലോ, അവരവിടെ ജനിച്ചു വളർന്നവരാണ്. ലോകഭൂപടത്തിൽ നിങ്ങൾ കാണുന്ന ഇസ്രായേൽ എന്ന ഈ രാജ്യം അത് പശ്ചിമേഷ്യയിൽ നിലനിന്ന ഒരു രാജ്യമല്ല, സ്വാഭാവികമായ ഒരു രാജ്യമല്ല. മറിച്ച് അറബികളുടെ നെഞ്ചത്ത് സാമ്രാജ്യത്വവും സൈനിസവും കൂടി 48-ലെ 2ാം ലോക മഹായുദ്ധാനന്തരം കെട്ടിവെച്ച ഒരു രാജ്യമാണ്. ഫലസ്തീനിലെ ചരിത്രം ആരംഭിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് 917-ലെ ബാൽഫർ പ്രഖ്യാപനത്തോടെയാണ്. ഹിറ്റ്ലറുടെ പീഡനത്തിനെതിരെയായി ലോകം മുഴുവൻ ചിതറിയോടിയ ജൂതന്മാർക്ക്, ജൂത സഹോദരന്മാർക്ക് അവർക്കൊരു രാജ്യം വേണമെന്ന് ആവശ്യമായിരുന്നു. സാമ്രാജ്യത്വ ശക്തികൾ, വിശേഷിച്ച് ബ്രിട്ടൻ, ആ രാജ്യം അറബികളുടെ നെഞ്ചത്താവണം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഫലസ്തീൻ പ്രദേശത്തേക്ക് ഇസ്രായേലിന്റെ സയോണിസത്തിന്റെ അധിനിവേശം ആരംഭിക്കുന്നു. 1-ാം നഖബ 948. പക്ഷെ സ്നേഹമുള്ളവരെ, ഇന്ന് നാം കാണുന്നത് ഒന്നുമല്ല. അവിടെ ജനിച്ച ഒരു ജനത, അവിടെ വളർന്ന ഒരു ജനത, അവരെ മാറോട് ചേർത്തടച്ചു പിടിച്ച അവരുടെ മണ്ണ്, അവരുടെ വീട്, അവരുടെ ജീവിതം. ആയിരക്കണക്കിന് മനുഷ്യർ ഏതാനും ദിവസങ്ങൾക്കിടയിൽ മനുഷ്യ ചരിത്രം കണ്ട ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹം 7 ലക്ഷം പേർ അവർക്ക് വീട് നഷ്ടപ്പെട്ടു. അവരുടെ പിറന്ന മണ്ണിൽ നിന്ന് സയോണിസം, അവരുടെ ഗുണ്ടാപ്പട, ആ തെമ്മാടി കൂട്ടം അവരെ ആട്ടിപ്പായിച്ചു. ഇഞ്ചിഞ്ചായി അവരുടെ വീടുകൾ പിടിച്ചെടുത്തു, അവരുടെ ഗ്രാമങ്ങൾ പിടിച്ചെടുത്തു. കൂട്ടക്കൊല നടത്തി സ്ത്രീകളെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ നടന്ന 1-ാം നഖബയിൽ
അഭയാർത്ഥികളായ 7 ലക്ഷം എന്നാണ് കണക്ക്. അവിടെ ആരംഭിക്കാണ് ഫലസ്തീന്റെ ചരിത്രം ആരംഭിക്കുന്നത് 2023 ഒക്ടോബർ 9 അവിടെ നിന്ന് ഇങ്ങോട്ട് ആ മനുഷ്യരെ ഇവരുടെ ബുൾഡോസറുകൾ സാമ്രാജ്യത്വം കടം കൊടുത്തേക്കുന്ന ആയുധങ്ങൾ ഇഞ്ചിഞ്ചായി അവരുടെ മണ്ണിൽ നിന്ന് പുറന്തള്ളി എന്നതാണ്. അതിന്റെ ഭീകരത ഈ കൂടി നിൽക്കുന്ന പുരുഷാരത്തിന് ബോധ്യപ്പെടാൻ നമ്മളിപ്പോ ബുൾഡോസറുകൾ കാണുന്നുണ്ട്. ഇസ്രായേലിന്റെ തെരുവിൽ, ഫലസ്തീന്റെ തെരുവിൽ അവിടുത്തെ പാവപ്പെട്ട മനുഷ്യന്റെ കിടപ്പാടം ഇടിച്ചു നിരത്തുന്ന ബുൾഡോസറുകൾ നമ്മൾ കാണുമ്പോ നാം ജീവിക്കുന്ന ഈ രാജ്യത്തേക്ക് പോലും ഇന്ത്യയുടെ തീവ്രപക്ഷ ഭരണകൂടം ആ ബുൾഡോസറുകളെ കൊണ്ടുവരുമ്പോ യന്ത്രക്കൈകൾ ഇങ്ങനെ ഉയർന്നു വന്ന് മാറോട് ചേർത്ത് പിടിച്ച കിടപ്പാടം നഷ്ടപ്പെടുമ്പോ വാവിട്ട് കരയുന്ന മക്കൾ, പാവപ്പെട്ട സ്ത്രീകൾ, അവരെ തള്ളിമാറ്റി കിടപ്പാടം തകർക്കുന്ന കാഴ്ച ലോകം കണ്ടത് 982 ബുൾഡോസറുകൾ കൊണ്ട് ഇങ്ങനെയും ഒരു ഉപകാരമുണ്ട്. കുടിയൊഴിപ്പിക്കലുകൾക്ക് അത് നിങ്ങളെ സഹായിക്കുമെന്ന് ലോകത്തെ ഏകാധിപത്യ ഭരണകൂടങ്ങളെ പഠിപ്പിച്ചത് ഇസ്രായേലുമായി തെന്മാടി രാഷ്ട്രമാണ്. ഞാൻ പറഞ്ഞല്ലോ 48 ഒന്നാം നക്ഷത അതിൽ ഫലസ്തീന്റെ മണ്ണിൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെട്ട ആയിരക്കണക്കിന് വരുന്ന മനുഷ്യർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിയോടിയവർ. അവരിൽ കുറെ പേർ ലെബനാനിലേക്ക് പോയി. നിങ്ങൾ അറിയണം, ഇഞ്ചിഞ്ചായി ആദ്യം പിറന്ന മണ്ണിൽ നിന്ന് പിന്നീട് അഭയം തേടിയ പ്രദേശത്തു നിന്ന് അവരെ എങ്ങനെ ആട്ടിപ്പായിച്ചുവെന്ന് ലെബനനിൽ പോയി താമസിച്ചു. സബ്രാഷാത്തുല എന്ന പ്രദേശത്ത് അവിടെ പോയി താമസിക്കുമ്പോഴോ അവര് കുടിൽ കെട്ടി പിറന്ന മണ്ണിലേക്ക് ഒരു മടക്ക യാത്രയില്ല എന്ന് തിരിച്ചറിഞ്ഞ് തങ്ങൾ വിട്ടുപോകുന്ന ആ മണ്ണിലേക്ക് പ്രവേശിക്കാൻ സയോണിസ്റ്റ് തെമ്മാടി രാഷ്ട്രം തങ്ങൾ അനുവദിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ് അവിടെ അവർ കുടികെട്ടി താമസിച്ച ആ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ഇസ്രായേലിന്റെ സയോണിസത്തിന്റെ ബുൾഡോസറുകൾ കടന്നു വന്നു എന്നാണ്. 2 ദിവസങ്ങൾ കൊണ്ട് അവിടെ പിടഞ്ഞു മരിച്ചത്, ആ ബുൾഡോസറുകൾക്കിടയിൽ ചവഞ്ഞെറിഞ്ഞു മരിച്ചത് സ്ത്രീകളും കുട്ടികളും അടക്കം 3500 മനുഷ്യരാണ്. പ്രിയപ്പെട്ടവരെ, കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ VP മൊയ്തു അധ്യക്ഷത വഹിച്ചു. കൺവീനർ VM ലുക്മാൻ സ്വാഗതം പറഞ്ഞു. VP കുഞ്ഞബ്ദുള്ള, CV മൊയ്തു, TP അലി, ശ്രീജേഷ് ഊരത്ത്, PK സുരേഷ്, മൂസ കൊത്തമ്പ്ര, KK മനാഫ്, PK അഷ്റഫ്, VT സലീം എന്നിവർ സംസാരിച്ചു.